നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ ആ തംബ്നെയിൽ ശരിയാണ്, അത് നിങ്ങളെ ഡൈവേർട്ട് ചെയ്തിടാൻ പറഞ്ഞതല്ല. ആ തംബ്നെയിലുള്ളത് ശരിയാണ്. ഞാനും നന്ദും ഇപ്പം ഒരുമിച്ചല്ല. എന്താ പ്രശ്നം? അപ്പം എന്താണ് യൂട്യൂബിൽ വീഡിയോ ഇടാത്തത്, എന്താണ് ഒരുമിച്ച് ഒന്നും ചെയ്യാത്തത് എന്ന് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു റീസൺ വന്ന് പറയാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഭയങ്കര വിഷമത്തിലാണ്. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഒരു ഹണിമൂൺ പീരീഡ് ആണല്ലോ. ആ സമയത്ത് നന്ദു കൂടെ ഇല്ലാത്തതിൽ ഒരുപാട് വിഷമം എനിക്കുണ്ട്. നമുക്ക് നല്ല വിഷമമുണ്ട്. നിങ്ങൾ നല്ലൊരു കപ്പിൾസ് ആയിരുന്നു. ഇങ്ങനൊന്നും വരാൻ പാടില്ലായിരുന്നു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഇതേ വിഷമാണ് നമുക്ക് സാധാരണ നമുക്ക് ഈ ആക്നെ സ്പോട്സ്, പിമ്പിൾസ്, ബ്ലെമിഷസ് ഒക്കെ വരുമ്പോൾ അല്ലേ. അപ്പം നിങ്ങളെല്ലാവരും ഇതെല്ലാം മാറ്റാനായിട്ട് ഒരു സിറം തേടി നടക്കേണ്ടാവും. ഭർത്താവിനെ പിരിഞ്ഞിരിക്കുന്ന വിഷമമാണോ ഗൈസ് സ്മോക്കുരു ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്? എനിക്കറിയാൻ പാടില്ല. അപ്പം അതിൻ്റെ കൂടെ ഇതും കൂടെ ഞാൻ ഒന്ന് സോൾവ് ചെയ്തുതരാം. അപ്പോൾ ഈ ഡാർക്ക് സ്പോട്ട്സും ബ്ലെമിഷസും അതുപോലെ തന്നെ ആക്നെ മാർക്കൊക്കെ മാറ്റിയിട്ട് ഈവൻ ടോണും ബ്രൈറ്റ് ആൻഡ് സ്കിന്നും തരാനുള്ള ഒരു സിറം ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ. യെസ്, നടക്കുന്ന വലിച്ച് ഇവര് പിരിയുന്ന കാണാമെന്ന് നമ്മളിപ്പോൾ ആരായി? അതിന്റെ ഇടയിൽ കൂടെ പരസ്യം കുത്തിക്കയറ്റി പ്രൊമോഷൻ. ഇങ്ങനെ ഒരു തമ്പരയിലും എടുത്ത് വെച്ചിട്ട് താണ്ട് അതിനകത്ത് പരസ്യം കുത്തിക്കയറ്റി. ലേശ ഉളുപ്പുണ്ട്. ഇതിന് വളരെ ലൈറ്റ് വെയിറ്റ് ആൻഡ് ഫാസ്റ്റ് അബ്സോർബിങ് ടെക്സ്ചർ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഓയിൽ സ്കിന്നിന് ഇത് ബെസ്റ്റ് ആണ്. എന്റെ ഈശ്വര, ഇങ്ങനെയുണ്ടോ മനുഷ്യര്? എന്തുകൊണ്ടാണ് നമ്മളിപ്പം ഈ രണ്ട് ഭാഗത്ത് നിൽക്കണേ എന്ന് ചോദിച്ചാൽ, രണ്ട് സ്ഥലത്ത് നിൽക്കണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയാണ് പറയുന്നത്. പരസ്യം എല്ലാം പറഞ്ഞ് കഴിഞ്ഞ് പ്രൊമോഷന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനിയാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോഴും നമുക്ക് കാര്യം മനസ്സിലായിട്ടില്ല ഇവർ എന്തുകൊണ്ട് പിരിഞ്ഞു നിൽക്കുന്നു എന്ന്. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. നമ്മുടെ രണ്ട് ആഗ്രഹ സഫലീകരണത്തിന്റെ ഭാഗമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെ ലൈക്ക് ഒരു കരിയർ ബേസ് പ്ലാൻ എന്നൊക്കെ പറയണ പോലെ പറ്റിയതാണ്. ഇവരിനി പിരിയാനുള്ള യഥാർത്ഥ റീസൺ എന്താണെന്ന് ഈ പറയുന്നുണ്ട്. അത് ഇതിനേക്കാളും വലിയ കോമഡിയാണ്. ഇനി സെക്കൻഡ് റീസൺ എന്തുകൊണ്ടാണ് നന്ദുചേട്ടൻ ഇപ്പോൾ ട്രിവാൻഡ്രത്താണ് നന്ദുചേട്ടൻ കണ്ടിന്യൂ ചെയ്യണത്. ആൻഡ് കറ്റർ എന്നാണ് ഞങ്ങളുടെ ബ്രാൻഡിന്റെ പേര്. നമ്മള് വിചാരിച്ച തിരക്കല്ല അവിടെ ഉണ്ടായെന്ന് പറഞ്ഞു. നമുക്കത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നന്ദുചേട്ടൻ അവിടെ ഇരിക്കേണ്ടി വന്നത്. അതായത് നമ്മളതൊരു ട്രാക്കിലായിട്ട് നമ്മളൊരു സ്ഥാനം തുടങ്ങി അവിടെ അത് ട്രാക്കിലായിട്ട് തിരിച്ചു വരാം എന്ന് വിചാരിച്ചു. ഓഫ് കോഴ്സ് നമ്മൾ അതിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം. അപ്പൊ തന്നെ ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. ഹസ്ബൻഡ് ട്രിവാൻഡ്രത്ത് ഒരു റെസ്റ്റോറന്റ് തുടങ്ങി. അതിന്റെ ഭാഗമായിട്ടാണ് പുള്ളിക്കാരൻ ട്രിവാൻഡ്രത്ത് പോയേക്കുന്നത്. രണ്ടുപേരും രണ്ട് സ്ഥലത്ത്. അതാണ് ഇവർ ഉദ്ദേശിച്ച സെപ്പറേഷൻ. മനസ്സിലായോ? യൂട്യൂബിൽ വീഡിയോ ഇടുന്ന എല്ലാവരുടെയും പ്രൈമറി സാധനം വ്യൂവർഷിപ്പ് തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല, ഇൻക്ലൂഡിങ് മീ. നമ്മൾ മിസ്ലീഡിങ് തംബ്നെയിൽസ് ഇടാം, പക്ഷെ സ്വന്തം ജീവിതം വെച്ച് ഇങ്ങനെ കാണിക്കരുത്. അത് നേരത്തെ പറഞ്ഞ പോലെ അറം പറ്റിപ്പോകും ചിലപ്പോൾ. മുതലും പലിശ ചേർത്ത് കിട്ടി.